നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യസഭയിൽ മൊത്തം അംഗങ്ങളുടെ ബലം 245 അതിൽ നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെയാണ്. BJPക്ക് ഇപ്പോൾ 117 MP-മാരുണ്ട്. ഇതിൽ പല MP-മാരും ജയിച്ചു കയറുന്ന എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP വലിയ തോതിൽ പണമിറക്കി അട്ടിമറി നടത്തി, രാഷ്ട്രീയ അട്ടിമറിയിലൂടെയാണ് പല സംസ്ഥാനങ്ങളിലും പല MP-മാരെയും ജയിപ്പിച്ചെടുക്കുന്നത്. ഏറ്റവും അവസാനം ജാർഖണ്ഡിൽ BJP അത്തരത്തിലൊരു വെല്ലുവിളി നടത്തി ജയിപ്പിച്ചെടുത്തു. വാസ്തവത്തിൽ അത് കോൺഗ്രസിൻ്റെ കഴിവുകേടായി തന്നെ കണക്കാക്കേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി പറയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് BJPക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടുന്നു. ഒരു രാജ്യസഭ MP എലക്ട് ചെയ്യാൻ MLA-മാർക്ക് കോടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ്. ഇതിനെതിരെ ഒരു അന്വേഷണവുമില്ല. EDയോ കസ്റ്റംസോ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി അന്വേഷണം നടത്താറില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. യാതൊരു വിധത്തിലുള്ള ഫോളോ അപ്പും ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്നേ വരെ ചരിത്രത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 30 അംഗങ്ങളാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത്. അതായത് കോൺഗ്രസ് MP-മാരായി രാജ്യസഭയിലുള്ളത് നിലവിൽ ഇപ്പോഴത്തെ സ്ട്രെങ്ത് അനുസരിച്ച് 30 MP-മാരാണ്. BJPക്ക് 117 MP-മാർ. 6 MP-മാർ കൂടി കിട്ടിയാൽ ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നീക്കമാണ്. ബംഗാളിൽ നിന്നും ഉള്ള സീറ്റ് ഒഴിവിലേക്ക് വരുമ്പോൾ രാജ്യസഭയിലെ എണ്ണം വീണ്ടും വർദ്ധിച്ച് 125 കുതിക്കുമെന്നാണ് BJP നേതാക്കളുടെ അനുമാനം. പക്ഷേ അവിടെ തീരുന്നില്ല കാര്യങ്ങൾ. കാരണം ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ 21ഓളം സീറ്റുകൾ പെട്ടെന്ന് പൊടുന്നനെ, അതായത് 2027 മാർച്ചോടുകൂടി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ BJPക്ക് ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അട്ടിമറി വിജയം നേടിയെടുത്താൽ മാത്രമേ അത്തരത്തിലേക്കൊരു സാഹചര്യം വരികയുള്ളൂ. ഒഡീസയിൽ വന്ന വിജയം, അതുപോലെ തന്നെ ബംഗാളിൽ സമാനതകളില്ലാതെ നേടിയെടുത്ത വിജയം, ഇതൊക്കെയാണ് ഒരുപക്ഷെ BJPക്ക് മുതൽക്കൂട്ടായി രാജ്യസഭാ MP-മാരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവ് ഉണ്ടാകാൻ കാരണമാകുന്നത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയെടുത്താലും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല വെല്ലുവിളികളും മുന്നിൽ ഉണ്ട്. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുഗമമായ നടത്തിപ്പുണ്ടാകും എന്ന് കരുതുന്നുണ്ടെങ്കിലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ചും ആഭ്യന്തര വിഷയമായിരുന്നാലും പ്രതിരോധ വിഷയങ്ങളിലൊക്കെ ആയിരുന്നാലും ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകളെ അതിജീവിക്കാൻ കഴിയുമോ? നിലവിൽ BJP ശ്രമിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല, 3/2 ഭൂരിപക്ഷത്തോടെ ഭേദഗതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരമമായിട്ടുള്ള നീക്കമാണ്. അതായത് MP-മാരെ വിലയ്ക്ക് വാങ്ങുക, പ്രതിപക്ഷത്തുള്ള MP-മാരെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് കോടികൾ ഒഴുക്കി കൃത്യമായി കോൺഗ്രസിനെ വിഡ്ഢികളാക്കുക.